മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായി മാറാറുള്ള റിയാലിറ്റി ഷോയാണ് മോഹൻലാൽ അവതാരകനായി എത്താറുള്ള ബിഗ് ബോസ്. ഇതുവരെ ബിഗ് ബോസിന്റെ 6 സീസണുകളാണ് മലയാളത്തിൽ പുറത്തെത്തിയിട്ടുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് 7ാം സീസണും വരുന്നതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. പുതിയ സീസണിൽ എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസ് കരുതി വെച്ചിരിക്കുന്നത് എന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ. ഈ വർഷം ആദ്യം മുതൽ സീസൺ 7ന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു BB പ്രേക്ഷകർ. സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസമാകുമ്പോഴേക്കും ബിഗ് ബോസ് തുടങ്ങാറുണ്ട്. എന്നാൽ മെയ് പകുതിയായിട്ടും സീസൺ 7മായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകളൊന്നും വരാതെയായപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരും നിരാശയിലായിരുന്നു. ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാനെത്തുക എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. സിനിമ, സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തു തന്നെ ആയാലും കഴിഞ്ഞ സീസണുകൾ പോലെ ആയിരിക്കില്ല പുതിയ സീസൺ എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിന്റെ ടീസർ ഏഷ്യാനെറ്റ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതോടെ തന്നെ കളികളൊന്നും പഴയതുപോലെ ആകില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോഴിതാ ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 7ന്റെ പ്രൊമോ വീഡിയോ ആരാധകരെ ആകാംക്ഷയുടെ മുൻമുന്നിലാക്കിയിരിക്കുകയാണ്. കാരണം പ്രൊമോ വീഡിയോ പറയുന്നത് പണി വരുന്നുണ്ടേ എന്നാണ്. മാത്രമല്ല തികച്ചും കർക്കശക്കാരനായിട്ടുള്ള ലുക്കിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. പാലും വെള്ളത്തിൽ പണി വരുന്നുണ്ട് എന്നാണ് പ്രൊമോയിൽ പറയുന്നത്. ലക്ഷറി ബഡ്ജറ്റിലും ക്യാപ്റ്റൻസി ടാസ്കിലും ജയിൽവാസത്തിലും ആകെ മൊത്തം പണി വരുന്നുണ്ടെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇനി ഞാൻ പറയും നീയൊക്കെ കേൾക്കുമെന്നുള്ള മോഹൻലാലിന്റെ ഡയലോഗും പ്രേക്ഷകർക്കിടയിൽ ആവേശമുയർത്തിയിട്ടുണ്ട്. ഹിന്ദി ബിഗ് ബോസ് അവതരിപ്പിക്കുന്ന സൽമാൻ ഖാൻ അടക്കമുള്ള മറ്റു ഭാഷകളിലെ അവതാരകർ മത്സരാർത്ഥികളെ വരച്ച വരയിൽ നിർത്തുമ്പോൾ മോഹൻലാൽ വളരെ സോഫ്റ്റായാണ് ഇടപെടുന്നതെന്നും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നും ആരാധകർക്ക് പരാതി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സീസണിൽ ആ പരാതി മോഹൻലാൽ തീർത്തേക്കുമെന്നാണ് പ്രൊമോ വീഡിയോ കണ്ട് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ അണിയറ പ്രവർത്തകരോട് ഒരു കാര്യം, ഒരു കാരണവശാലും കഴിഞ്ഞ സീസൺ പോലെ ആവരുത്. കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ് മത്സരാർത്ഥിയുടെ നിഴൽ മാത്രമായി കുറെ പേർ കളിച്ചു. മാത്രമല്ല ആ ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്തത് കൊണ്ടുപോയി. അതുപോലെ ആവരുതെന്നാണ് ഒരാൾ കുറിച്ചത്. വലിയ ഹൈപ്പും കൊണ്ടുവന്നിട്ട് അണിയറ പ്രവർത്തകർക്ക് ഈ കൊടുത്തു വിടുന്ന വെറും കളിപ്പാവാകാതെ ബിഗ് ബോസ് കുറച്ചെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയാൻ നിന്നാൽ മോഹൻലാലിനെ മനുഷ്യർ വിലവെക്കും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. വരും വരും പണി വരും. കാണുന്ന നമുക്കിട്ടാണോ, ലാലേട്ടനാണോ, അതോ പങ്കെടുക്കാൻ വന്നവർക്കാണോ, അവരെ വീട്ടുകാർക്കാണോ, നാട്ടുകാർക്കാണോ എന്ന് കണ്ടറിയാം. ആ ചീത്തപ്പേര് ഈ സീസണോടെ ലാലേട്ടന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്നെല്ലാം പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ് പുതിയ സീസണിന്റെ ലോഗോയും പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ മോഹൻലാൽ ഷോയുടെ അവതാരകനായി വീണ്ടും എത്തുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരിൽ പലർക്കും ഇഷ്ടമായിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ തന്നെയായിരുന്നു പ്രധാന കാരണം. മോഹൻലാൽ ഷോയിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പലരും കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഷോ മോഹൻലാൽ എന്ന നടന്റെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്നും പലരും പറയുന്നു. മാത്രമല്ല ഷോയുടെ അവതാരകനായതിന്റെ പേരിൽ ചില മത്സരാർത്ഥികളുടെ ഫാൻസ് മോഹൻലാലിനെ തെറി വിളിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനോട് ജനങ്ങൾക്ക് ഇപ്പോഴുള്ള ഇഷ്ടം ബിഗ് ബോസ് അവതാരക സ്ഥാനം വീണ്ടും ഏറ്റെടുത്ത് ഇല്ലാതാക്കരുതെന്നാണ് ചില ആരാധകർ പറയുന്നത്. കുത്തിയിരുന്ന് ബിഗ് ബോസ് കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് തുടരാം, കയറി വരട്ടെ ബിഗ് ബോസ് എന്നും. ബിഗ് ബോസ് കാണുമ്പോൾ ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നത് ആകെ ഒരു പ്രതീക്ഷ. ആ ലാലേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ബിഗ് ബോസ് എന്നും. ഈ പ്രാവശ്യമെങ്കിലും നേരിട്ട് കണ്ടിട്ട് ശനി ഞായർ ദിവസങ്ങൾ വരണേ. ബിഗ് ബോസിൽ എഴുതി തരുന്നത് മാത്രം വായിച്ച് വില കളയല്ലേ ലാലേട്ട എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത്. ഇതിനിയും ഉണ്ടോ ലാലേട്ട? ഇതുപോലെ ഒരു ആഭാസം ചെയ്യാൻ കൂട്ടുനിൽക്കാതെ ഏതെങ്കിലും നിസ്സഹായരായ ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ഭാവിക്ക് വേണ്ടി ഈ തുക വിനിയോഗിച്ചുകൂടെ? തോന്നിയാസമല്ലാതെ അതിനകത്ത് എന്താ നടക്കുന്നതെന്നാണ് ഒരാളുടെ പ്രതികരണം. ലാലേട്ടൻ തന്നെ ഹോസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ചില സിനിമയെ പോലെ തന്നെ മറ്റുള്ളവരുടെ കളിപ്പാവയാകാതെ ഷോ കണ്ട് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ വാങ്ങണം, അപേക്ഷയാണെന്നും ഒരാൾ കുറിച്ചിരുന്നു. ഇത്തവണ വളരെയധികം വൈവിധ്യം നിറച്ചാണ് ലോഗോ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത്. സ്വർണ്ണ നിറമാണ് ലോഗോയിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. കണ്ണിന്റെ ആകൃതിയിൽ തന്നെയാണ് ലോഗോ. ലോഗോയുടെ ഇടതുവശത്ത് ഇംഗ്ലീഷ് ലെറ്റർ എല്ലും വലതുവശത്ത് സീസൺ 7 സൂചിപ്പിക്കുന്ന 7 സംഖ്യ ചരിച്ച് എഴുതിയിരിക്കുന്നതും കാണാം. ഇടതുവശത്തുള്ള എൽ എന്ന അക്ഷരം അവതാരകനായ മോഹൻലാലിനെ സൂചിപ്പിക്കുന്നത്. കണ്ണിന്റെ കോണിയ പോലുള്ള ഭാഗത്ത് ക്യാമറ ലെൻസും കാണാം. സ്വർണ്ണ നിറത്തിന് പുറമെ പിങ്ക്, പർപ്പിൾ, ബ്ലാക്ക് നിറങ്ങളും ലോഗോയിൽ പലയിടത്തായി ഉപയോഗിച്ചിരിക്കുന്നു. ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന 7 ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും വാർത്തകൾ ഇടം പിടിക്കുകയും ചെയ്ത സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 6. സീസൺ ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത തരത്തിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. അസി റോക്കി എന്ന മത്സരാർത്ഥി സിജോയുടെ മുഖത്ത് ഇടിച്ച് താടിയേല് തകർത്തു. കൂടുതൽ വിചാരണയ്ക്ക് നിൽക്കാതെ അസി റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ സിജോ പിന്നീട് ഏറെക്കാലം ചികിത്സയിലായിരുന്നു. സീസൺ 6 വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു. മോഡലായ അർജുൻ ശ്യാം ഗോവനായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ്. ജാസ്മിൻ, ഋഷി, അഭിഷേക്, ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു ടോപ്പ് 5. പണപ്പെട്ട് ടാസ്കിൽ പങ്കെടുത്ത് വിജയിച്ചത് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണയായിരുന്നു. 6ാം സീസണിൽ 6 പേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല.
എന്നാൽ ഇത്തവണ മത്സരാർത്ഥി എത്തുന്നവരെക്കുറിച്ചും ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധിയുടെ പേരാണ് സാധ്യത പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ് രേണുവിൻ്റേത്. രേണുവിൻ്റെ റീൽ വീഡിയോകളും ആൽബങ്ങളുമെല്ലാം വളരെയധികം വൈറലാണ്. ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നും തന്നെ വിളിച്ചിട്ടില്ലെന്നാണ് രേണു തുറന്നു പറഞ്ഞത്. എന്നാൽ വിളിച്ചാൽ തീർച്ചയായും പങ്കെടുക്കാമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിതാണ് മറ്റൊരാൾ. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത്. അടുത്തിടെ ഇയാൾക്കെതിരെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു. കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് രോഹിത് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം കത്തി നിന്നിരുന്നു. ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ചിലർ ഉയർത്തിയത്. സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കൊച്ചുവും ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കാമെന്നാണ് ചിലരുടെ പ്രവചനം. പ്രണവും സഹോദരനായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ച് കുടുംബ പ്രശ്നം ചർച്ചയാക്കിയതാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു. മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന് മുൻപ് ജാസി തുറന്നു പറഞ്ഞിരുന്നു. വ്ളോഗർ അലിൻ ജോസ് പെരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും. വിവാദങ്ങളുടെ തോഴൻ കൂടിയാണ് പെരേര. ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ എം ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സീസണിൽ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു കപ്പടിച്ചത്. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയെടുത്തത്. സീരിയൽ രംഗത്തു നിന്നും ഇത്തവണ അനുമോളുടെ പേരാണ് സാധ്യത പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഈ സിനിമാ രംഗത്ത് നിന്ന് നടൻ റോഷൻ, ജിഷിൻ മോഹൻ എന്നിവരുടെ പേരുകളുമുണ്ട്. നടി അഞ്ജന മോഹൻ, ഡാൻസറും ഡോക്ടറുമായ ജാനകി ഓംകുമാർ, ഗായിക ഫൗസിയ റഷീദ്, അവതാരകരായ മസ്താനി, മെഹർ ഫാത്തിമ, റാപ്പ് സിംഗർ വിശ്വദേവ്, നാഗസൈരുദ്രി, ബ്ലോഗർ ഉണ്ണിക്കണ്ണൻ മാഗൾ ഡാം, നിള നമ്പ്യാർ എന്നിവരുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട്.